ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് തെളിയെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇപ്പം അമ്മ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി പറക്കിയൊക്കെ സമയത്ത് എൻ്റെ 10ാം ക്ലാസ്സിലെ ആൻസർ ഷീറ്റ് കിട്ടി ഗൈസ്. അപ്പം ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കോഡ്. നിങ്ങൾ ഞാൻ കാണിച്ച് ഓരോന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ. കുറച്ചാണ് കിട്ടിയുള്ളൂ. എൻ്റെ കൈശ്വരം ഇപ്പം എഴുതുന്ന കൈശ്വരമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. ഇതാണ് ഗൈസ്. അപ്പം സോഷ്യൽ സയൻസ്, മലയാളം ഫസ്റ്റ് സെക്കൻഡ്, പിന്നെ ഇംഗ്ലീഷിൻ്റെ ആട്ടോ കിട്ടിയുള്ളൂ. ബാക്കി വേറെ സബ്ജക്റ്റ് ഞാൻ ഫിസിക്സും കെമിസ്ട്രി ഒന്നും കിട്ടിയില്ല. ഇത് എൻ്റെ കൈശ്വരമായിട്ട് യാതൊരു സാമ്യമില്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് എൻ്റെ ഇംഗ്ലീഷ്. ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ എഴുതുന്ന പോലെ അല്ല എഴുതുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇത് കുറച്ച് വലിപ്പം കൂടുതലാണെന്നുള്ളൂ കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ സോഷ്യൽ സയൻസ്. എനിക്ക് 61 മാർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കൈശ്വരം. ഇവിടെയൊക്കെ ചുരുങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ, ഇതൊക്കെ എത്ര പഠിച്ചിട്ടുണ്ടല്ലോ. 6 മാർക്കിനൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് എഴുതി 6 മാർക്ക് നമ്മൾ മേടിച്ചെടുത്തു ഗൈസ്. പിന്നെ അതത്രേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ മലയാളം ഫസ്റ്റ് എനിക്ക് മാർക്ക് 32 ആട്ടോ 40. ഇതാണ് ഗൈസ്. മലയാളത്തിൻ്റെ കൈശ്വരം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊന്നും വായിച്ചൊക്കെ നോക്കാൻ വെച്ചാൽ അതൊന്നും പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് മലയാളം സെക്കൻഡ് നല്ല എളുപ്പമുള്ളതായിരുന്നു. അത് എല്ലാവർക്കും തന്നെ എളുപ്പമായിരിക്കുമല്ലോ ഗൈസ്. മലയാളം സെക്കൻഡ് അത് നമുക്ക് എഴുതി വെച്ചാൽ മതിയല്ലോ. ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു അനുഭവക്കുറിപ്പ് എഴുതാനുണ്ടായിരുന്നു. ഇതുണ്ടോ, ഞാൻ എഴുതി എൻ്റെ അനുഭവക്കുറിപ്പാണ് ഗൈസ്. മഴക്കാലത്ത് മാങ്ങ പറിക്കാൻ പോയത്. പിന്നെ ഇംഗ്ലീഷ്, നോട്ടീസൊക്കെ ഡയറികൾ, ഇങ്ങനെ കുറേ ഇതൊക്കെ ബോർഡറൊക്കെ വരച്ചാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ പേപ്പറുകൾ. ഞാൻ വിചാരിച്ചതായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന നെക്സ്റ്റ് ഡേ കാണാൻ കേട്ടെ.